മകയിര നക്ഷത്രക്കാർക്ക് 2026 ജൂൺ മാസത്തിലെ വ്യാഴമാറ്റത്തിലൂടെ എന്തൊക്കെ ഫലങ്ങളാണ് ഉണ്ടാവുന്നത് എന്നറിയാം. ഇടവക്കൂറിലെ മകയിര നക്ഷത്രക്കാർക്ക് വ്യാഴമാറ്റത്തിന്റെ ആദ്യകാലത്ത് കുറച്ച് മോശം ഫലങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മിഥുനക്കൂറുകാർക്ക് ആദ്യകാലത്ത് വളരെ അനുകൂലവും ഇടക്കാലത്ത് കുറച്ച് ദോഷഫലങ്ങളും അനുഭവിക്കേണ്ടതായി വരും. ഇടവക്കൂറിലെ മകയിരക്കാരുടെ 3-ാം ഭാവത്തിലൂടെയും 4-ാം ഭാവത്തിലൂടെയും വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് വരാനിരിക്കുന്നത്. 3-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലം അത്ര അനുകൂലമാവില്ല. 3 കൊണ്ട് ധൈര്യം, വീര്യം, ചതുർബുദ്ധി, സഹോദര പരാക്രമോ, ദക്ഷകർണോ, സഹായോജ, ചിന്തനീയ തൃതീയത എന്ന് പറയാം. എന്നുവെച്ചാൽ ധൈര്യവും വീര്യവും ദുർബുദ്ധിയും സഹോദരങ്ങളെയും പരാക്രമവും ഇടത് ചെവിയും സഹായവും ഒക്കെ 3-ാം ഭാവത്താൽ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. വ്യാഴം 3-ൽ സഞ്ചരിക്കുന്ന കാലത്ത് ദുർബുദ്ധി തോന്നുവാനും ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ ഒക്കെ പിണങ്ങുവാനും സാധ്യതയുള്ള സമയമാണ്. പ്രതീക്ഷിച്ചിരിക്കുന്ന സഹായങ്ങൾ ചിലപ്പോൾ ലഭിച്ചില്ല എന്ന് വന്നേക്കാം. അടിപിടികളിൽ ഒന്നും ചെന്ന് പെടാതെ സൂക്ഷിക്കുക. ഈശ്വര കാര്യങ്ങളിൽ താല്പര്യം കുറയുന്ന സമയമാണ്. ഈശ്വര അനുഗ്രഹവും വളരെ കുറയുന്ന കാലമാണ്. എടുത്തു ചാടിയുള്ള തീരുമാനങ്ങളും എടുത്തടിച്ച പോലെയുള്ള വർത്തമാനങ്ങളും ഒഴിവാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ 3-ാം ഭാവത്തിൽ നിന്നും വ്യാഴം 4-ാം ഭാവമായ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. മാതാസുഹൃത് മാതുല ഭാഗിനെയോ എന്ന പ്രമാണപ്രകാരം 4-ാം ഭാവ ചിന്ത നടത്തുമ്പോൾ മാതാവ്, ബന്ധുക്കൾ, അമ്മാവൻ, മരുമകൻ, കൃഷിഭൂമി, സുഖം, വാഹനം, ഇരിപ്പിടം, ലാളിത്യം, വെള്ളം, ശയനോപകരണങ്ങൾ, അഭിവൃദ്ധി, പശു മുതലായ നാൽക്കാലികൾ, ജനിച്ച വീട് എന്നിവയ്ക്കൊക്കെ നല്ല ഫലങ്ങളുണ്ടാവും. പ്രധാനമായും അമ്മയെയും വീടിനെയും വാഹനത്തെയും ഒക്കെ ചിന്തിക്കേണ്ട ഭാവമാണ് 4-ാം ഭാവം. 4-ാം ഭാവത്തിലൂടെ വ്യാഴം സഞ്ചരിക്കുന്ന കാലത്ത് നിങ്ങളുടെ മാതാവിന് വളരെ സൗഖ്യമുണ്ടാവുന്ന സമയമാണ്. മാത്രമല്ല, നിങ്ങൾക്ക് പുതിയ വീട് വെക്കുവാനും വാഹനം വാങ്ങിക്കുവാനും ഒക്കെ യോഗമുണ്ടാവും. കൂടാതെ ഇതുകൊണ്ടൊക്കെ വളരെ ഉപകാരവും ഉണ്ടാവുന്ന സമയമാണ് 4-ാം ഭാവത്തിലൂടെ വ്യാഴം സഞ്ചരിക്കുന്ന കാലം. മിഥുനക്കൂറിലെ മകയിര നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ 2-ാം ഭാവത്തിലൂടെയും 3-ാം ഭാവത്തിലൂടെയും വ്യാഴം സഞ്ചരിക്കുന്ന കാലമാണ് വരാനിരിക്കുന്നത്. 2-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലത്ത് വളരെ അനുകൂലമായ ഫലങ്ങളും 3-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലത്ത് കുറച്ച് പ്രതികൂലമായ ഫലങ്ങളും അനുഭവിക്കേണ്ടതായി വരും. ഭർത്തവ്യം അഖിലം വിത്തം എന്ന പ്രമാണപ്രകാരം 2-ാം ഭാവ ചിന്ത ചെയ്യുമ്പോൾ നിങ്ങളാൽ ഭരിക്കപ്പെടേണ്ടതൊക്കെയും ധനവും വാക്കും ഇടതുവശത്തെ കണ്ണും വിദ്യകളും 2-ാം ഭാവത്താൽ ചിന്തിക്കാം. 2-ാം ഭാവത്തിലൂടെ വ്യാഴം സഞ്ചരിക്കുമ്പോൾ കുടുംബത്തിൽ സമാധാനം വന്നു ചേരും. സാമ്പത്തികമായി ചില നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാവും. പുതിയ വിദ്യകൾ അഭ്യസിക്കുവാൻ യോഗമുണ്ടാവും. നല്ല സംസാരത്തിലൂടെ പുതിയ സാധ്യതകൾ നിങ്ങൾക്ക് വന്നു ചേരും. ഈശ്വര കടാക്ഷമുണ്ടാവും. 3-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഇടവക്കൂറുകാർക്ക് പറഞ്ഞതുപോലെയുള്ള ഫലങ്ങളെ അനുഭവിക്കേണ്ടതായി വരും. നല്ല ഫലങ്ങളെ അനുഭവിക്കാനായിട്ടും ദോഷഫലങ്ങളെ തരണം ചെയ്യുന്നതിനായിട്ടും കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണുവിങ്കൽ തുളസിമാല, നെയ്വിളക്ക്, പുരുഷ സൂക്ത പുഷ്പാഞ്ജലി എന്നിവ വഴിപാടായി കഴിച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുക.